ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് പൊന്നാങ്കണ്ണി ചീരയുടെ വിളവെടുപ്പാണ്. 10 ഗ്രോ ബാഗിലായിട്ട് നമ്മൾ പൊന്നാങ്കണ്ണി ചീര നട്ടിരിക്കുകയാണ്. നേരത്തെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിൻ്റെ ചീര കറി വെച്ച് കഴിക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചാശക്തിക്കൊക്കെ നല്ലതാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പൊന്നാങ്കണ്ണി ചീര മാത്രമല്ല, ഏത് ചീര കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ് പച്ചക്കറികൾ, അതുപോലെ ഇതുപോലെ ചീരയൊക്കെ കറി വെച്ച് കഴിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് പൊന്നാങ്കണ്ണി ചീരയുടെ വിളവെടുപ്പാണ്. ഇപ്പൊ ഏകദേശം പൊന്നാങ്കണ്ണി ചീര വിളവെടുക്കാറായ ഒരു സമയമാണ്. ഇത് കണ്ടോ, ഈ പൂ വന്ന ചീര കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ പൂ വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് മൂത്ത് പോയി. ഇത് നമുക്ക് കൂടുതൽ വിളവെടുത്താൽ അത്ര ടേസ്റ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ പൂ വരുന്നതിന് മുമ്പ് ഇതുപോലെ നിൽക്കുന്ന ഇതാണ് നമ്മൾ വിളവെടുക്കേണ്ടത്. നമ്മൾ ഇന്ന് ഇതിന്റെ വിളവെടുക്കാൻ പോവാണ്. ഇപ്പം വിളവെടുപ്പിലേക്ക് പോവാം. ഏകദേശം നമ്മൾ ഇതിന്റെ ഒരു മേള് വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ വിളവെടുക്കുമ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിലൊക്കെ ഇടയ്ക്ക് പൂ വന്നിട്ടുണ്ട്, പക്ഷെ അത് നമ്മളിപ്പം കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മളെ ഈ തേയിലയൊക്കെ ഞുള്ളുന്ന പോലെ ഞുള്ളിയെടുത്താലും മതി. ഇപ്പം നമ്മുടെ ഈ കത്രിക കിട്ടിയതുകൊണ്ട് നമ്മളത് മേള് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഇങ്ങനെ എല്ലാത്തിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മേള് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് എല്ലാ ഗ്രോ ബാഗിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. ഇത്രയും കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് കറി വെക്കാനുള്ള ചീര ലഭിക്കും. ഇത് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചീരയാണ്. നമുക്ക് ഏകദേശം ഒരു ഡപ്പ നിറച്ച് പൊന്നാങ്കണ്ണി ചീര നമ്മൾ വിളവെടുത്തിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര. അതിനുശേഷം നമുക്കിപ്പോൾ നമ്മൾ ഈ വിളവെടുത്തിരിക്കുന്ന ഒന്നുകൂടെ ഒന്ന് ലെവല് കട്ട് ചെയ്ത് വിടാം. ഏകദേശം നമ്മളിപ്പം വിളവെടുത്തു കഴിഞ്ഞ ഗ്രോ ബാഗാണിത്. ഇതിപ്പോൾ നമ്മളൊന്ന് ലെവല് കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ നമുക്ക് അടുത്ത ഉണ്ടായി വരുന്നത് ലെവലിൽ നമുക്ക് ഉണ്ടായി വരും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനും അതുപോലെ ഉണ്ടായി നിൽക്കുന്ന കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. നമുക്കിതൊന്ന് ലെവൽ കട്ട് ചെയ്ത് വിടാം. ഇങ്ങനെ മേലെ നമ്മൾ കത്തിലേക്ക് അങ്ങ് ലെവൽ കട്ട് ചെയ്ത് വിട്ടാൽ മതി. അപ്പം അടുത്ത പൊട്ടി കിളുത്ത് വരുന്നത് ഒരേ ലെവലിൽ കിളുത്ത് വരികയും നമുക്ക് അത് വിളവെടുക്കാനും എളുപ്പമാണ്. പുതിയ നാമ്പ് വരുമ്പോൾ നല്ല തളിര് നാമ്പ് വരികയും ചെയ്യും. ഇങ്ങനെ എല്ലാ ഗ്രോ ബാഗിലും ഏകദേശം അതിൻ്റെ മുകള് വെച്ച് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇതുണ്ട്, ഇതൊക്കെ ഇച്ചിരി പൊങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് താത്ത് കട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നിന്നെല്ലാം പൊട്ടിക്കിളുത്ത് വരും. പൊട്ടിക്കിളുത്ത് വരുമ്പോൾ അതിൻ്റെ പൂ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചീര കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മൾ നമ്മുടെ ഗ്രോ ബാഗിലെ എല്ലാ ഗ്രോ ബാഗിലും ചീര ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ അടുത്ത തളിർത്ത് വരുമ്പോൾ നമുക്ക് അടുത്ത വിളവെടുക്കാം. അങ്ങനെ നമ്മൾ വീടുകളിലൊക്കെ ഇതുപോലെ പൊന്നാങ്കണ്ണി ചീര അതുപോലെ ചീരകളും ഒക്കെ വെക്കുവാണെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്ത് കറി വെക്കാവുന്നതാണ്. അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ കഴിയും. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയായിട്ട് നമുക്ക് കാണാം.